അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഈ നൂറെ ഹബീബ് എന്ന ഓൺലൈൻ മജ്ലിസ് നടത്തുന്ന തങ്ങളുടെ ഏറ്റവും വലിയ വിജയം എന്താണെന്നറിയോ? അദ്ദേഹം എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു കൂട്ടം അണികളെ കിട്ടി എന്നതാണ്. അതോടൊപ്പം അദ്ദേഹം പറയുന്ന എന്തിനേയും ന്യായീകരിക്കുന്ന ചില തലേക്കെട്ടുകാരും കൂടെയുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ധൈര്യത്തിൽ എന്ത് കളവും പറയാം, എന്ത് വിവരക്കേടും വിളിച്ചു പറയാം. അതൊക്കെ വിശ്വസിക്കാനും ന്യായീകരിക്കാനും പ്രചരിപ്പിക്കാനും ഒരു കൂട്ടം അണികളുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പുണ്ട്, തങ്ങളുടേതാണ്, ഒരു സംശയവും ഇല്ല. സിഹറു ബാത്തിലാക്കാൻ വേണ്ടി ആരോടോ 3000 രൂപ താൽക്കാലികമായി ബാത്തിലാക്കാനും 7500 രൂപ സ്ഥിരമായിട്ട് ഇനി ഒരിക്കലും വരാത്ത രീതിയിൽ ബാത്തിലാക്കാനും വേണ്ടി പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ്. അതിലവരെ വീഴ്ത്താൻ വേണ്ടി പറയുന്ന ഡയലോഗുകൾ എന്തൊക്കെയാണ്? ആയുസ് കുറഞ്ഞു പോകും, ഇതങ്ങനെ കിടന്ന പെട്ടെന്ന് മരിച്ചു പോകും, അതൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള ഡയലോഗുകൾ അടിച്ചിട്ട് സിഹറു ബാത്തിലാക്കാൻ പണം ആവശ്യപ്പെടുന്ന ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും. എന്നാലും ഒന്നുകൂടി കേൾക്കാം. മാരകമായ നിങ്ങൾ തടിക്ക് ബാധിക്കുന്നുണ്ട്, നിങ്ങൾ സിഹറ് നിങ്ങൾ ഇല്ലാതെയാകണം. അത് മറ്റൊരു ചെയ്യുമെന്ന് പറയണ്ട, അത് നമ്മൾ ഏറ്റാണ് ഭയങ്കര വിഷയം കാണുന്നുണ്ട്. ഇതേ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആയുസ് കുറയും, അത്രയും പ്രശ്നം കാണുന്നു. ശാരീരികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ വരാണ്ട്, അള്ളാഹു കാക്കട്ടെ. നിങ്ങളിതിപ്പോ താൽക്കാലികമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 3000 ചില്ലാൻ ഉറപ്പ് വരും താൽക്കാലികമായിട്ട്. പിന്നെ ഈ പഞ്ചലോകത്തിന്റെ തകട് ചെയ്യാൻ 1 ഗ്രാമെങ്കിലും വേണം, ഏറ്റവും ചുരുങ്ങിയത്. അപ്പൊ അത് 7800 ഉറുപ്പ്യാവും. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മരിക്കോളം ഒരു വിഷയം ഉണ്ടാവില്ല. സിഹർ വന്ന് ഇത് ബാത്തിലാക്കിയിട്ട് എന്ത് ചെയ്യണം? താത്താന്റെ കാര്യങ്ങൾ ചെയ്യണം, ശരിയാവാല്ലേ? ഈ വോയിസ് ക്ലിപ്പ് ഇത് നൂറെ ഹബീബ് നടത്തുന്ന മൂപ്പരുടേതാണ് എന്നതിൽ അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുന്ന ഒരാൾക്കു പോലും സംശയമുണ്ടാകില്ല. അത്രയും കൃത്യമാണ് അത് അദ്ദേഹത്തിന്റെ വോയിസ് ആണ് എന്നത്. എന്നാൽ ഇതിങ്ങനെ ആളുകൾ പ്രചരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ഇത് AI ഉപയോഗിച്ച് ആരോ പടച്ചുണ്ടാക്കിയ ഒരു വോയിസ് മാത്രമാണെന്നാണ്. മൂപ്പരത് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ്. എന്നിട്ടിങ്ങനെ നിരന്തരം മജ്ലിസുകളിൽ അദ്ദേഹം പറയുന്നത്, ഞാനത് ആവശ്യപ്പെട്ടിട്ടില്ല, എനിക്കെതിരെ ആളുകൾ ഉണ്ടാക്കുന്ന വോയിസ് ക്ലിപ്പാണ്, നമ്മളെ തകർക്കാൻ നോക്കുകയാണ്, നമ്മൾ തകരൂല്ല എന്നൊക്കെയാണ്. ഇത് വിശ്വസിക്കാൻ കുറച്ച് അനുയായികൾ അദ്ദേഹത്തിനുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തും പറയാം, ധൈര്യമാണ്. പണം കൊടുക്കാൻ ആളുകളുണ്ട്, പറയുന്നത് മുഴുവനും വിശ്വസിക്കാൻ ആളുകളുണ്ട്. തങ്ങൾ പാപ്പ സത്യമല്ലാതെ പറയില്ല എന്ന് വിശ്വസിച്ച് അത് പ്രചരിപ്പിക്കുന്ന ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ മൂപ്പർക്ക് പിന്നെ എന്ത് പേടിക്കാനാണ്? എന്നാൽ സത്യത്തിൽ ഈ AI ടൂളുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പരിപാടി ഒപ്പിക്കുന്നത് ആരാണെന്നറിയോ? ഈ നൂറെ ഹബീബിന്റെ മുത്തുമണികൾ തന്നെയാണ്. ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ എനിക്ക് കുറേ ആളുകൾ അയച്ചു തന്ന ഒരു ലിങ്ക് ഞാൻ കയറി നോക്കുമ്പോൾ 3 തലേക്കെട്ടുകാരിരുന്ന് എന്തോ സംസാരിക്കാൻ. അതിലെഴുതിയിരിക്കുന്നത് നൂറെ ഹബീബിനെ തകർക്കാൻ ത്രിമൂർത്തികളുടെ ഗൂഢാലോചന എന്നാണ്. ആരൊക്കെയാണ് ഈ ത്രിമൂർത്തികൾ? ഒന്ന് ഞാനാണ്, രണ്ടാമത് അൻസാരി സുഹരിയാണ്, പിന്നെ റാസ വ്ലോഗ് നടത്തുന്ന അദ്ദേഹം. ഞങ്ങളുടെ 3 പേരുടെയും ഫോട്ടോ ഉപയോഗിച്ച് ഒരു AI വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് പറയുന്നത് എന്താണ്? നൂറെ ഹബീബ് തങ്ങളെ തകർക്കാൻ പറ്റൂല എന്നാണ്. എന്തായാലും മുത്തുമണികളുടെ ആ കൈക്രിയ, ആ കരവിരുത് നമുക്കൊന്ന് കാണാം. നൂറെ ഹബീബ് മജ്ലിസ്, അതിൽ ആളുകൾ കൂടുകയാണ്, കുറയുന്നില്ല. ഞാൻ സ്ത്രീകളെ കുറേ കള്ളം പറഞ്ഞ് മാറ്റാൻ നോക്കി. നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, അതിൽ ആളുകൾ കൂടുകയാണ്. നമുക്ക് വ്യൂസ് കിട്ടുന്നുണ്ട് എന്നത് മാത്രം മിച്ചം. നമ്മൾ ഇതുവരെ എന്തെല്ലാം പറഞ്ഞു നോക്കി, ഒന്നും ഏൽക്കുന്നില്ലല്ലോ. ഞാൻ കുറേ പറഞ്ഞു നോക്കി, ആ മജ്ലിസിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, ഒരു രക്ഷയില്ല. ഞാനിപ്പോൾ ഒരു സെലിബ്രിറ്റി ആയ പോലെ. എനിക്ക് ഉദ്ഘാടനങ്ങളെങ്കിലും കിട്ടുന്നുണ്ട്. പടജോൻ ഒരാളെ ഉയർത്താൻ ഉദ്ദേശിച്ച അത് മാത്രമേ നടക്കൂ. നൂറെ ഹബീബിനെ എത്ര തകർക്കാൻ നോക്കിയിട്ടും തകരുന്നില്ലല്ലോ. ഇനി ആ തങ്ങൾ പറയുന്നതെല്ലാം സത്യമായിരിക്കുമോ? എനിക്ക് തോന്നുന്നത് തങ്ങളെ ഭാഗത്താണ് ശരിയെന്നാണ്. നമ്മുടെ ദുനിയാവ് രക്ഷപ്പെടും. മരിച്ചാൽ ഞാൻ വയസ്സാവുമ്പം തൗബ ചെയ്ത് രക്ഷപ്പെടും. അതിന് സമയം കിട്ടിയാ ഭാഗ്യം. പച്ച ഇറച്ചി തിന്നാനൊരു രസമല്ലേ? ഞാൻ ഇനിയും വീഡിയോ ഇറക്കും. നന്നാവുന്നതിന് മുമ്പ് കുറച്ചുകൂടെ ഉദ്ഘാടനങ്ങൾ പിടിക്കണം. ഇനി നമുക്ക് അടുത്ത കുതന്ത്രം മെനയണം. പടച്ചോനെ, ഹോട്ടൽ ഓണറും തങ്ങളുടെ ആളായിരുന്നോ? നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതന്നെയാണല്ലോ സ്ഥിതി. മുത്തുമണികളെ,
സൂപ്പറായിട്ടുണ്ട്, സംഭവമൊക്കെ കൊള്ളാം, സംഗതികൾ നല്ല കരവിരുതുണ്ട്, നല്ല കലാവിരുതുണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷെ ഇതിനകത്ത് പറഞ്ഞ ഈ ആശയമുണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും നൂറെ ഹബീബ് തകരുന്നില്ല, വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ആ ആശയം, അത് സത്യത്തിൽ നിങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇദ്ദേഹത്തിൻ്റെ ലൈവൊക്കെ എടുത്ത് ഒന്ന് പരിശോധിച്ച് നോക്കൂ, മുമ്പുള്ളതുപോലെയുള്ള വ്യൂവേഴ്സ് ഉണ്ടോ എന്ന്. മജ്ലിസുകളിൽ ലൈവായിട്ട് എത്ര ആളുകളുണ്ട് എന്നൊക്കെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ആളുകൾ പലരും നമ്മളിത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഇസ്ലാം വിരുദ്ധത ഉണ്ടാകുന്നുണ്ട്, അവിടെ ആത്മീയ ചൂഷണം നടക്കുന്നുണ്ട്, അവിടെ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നൊക്കെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ ആളുകൾ, സഹോദരിമാർ ഇത് കേൾക്കാതെ ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് മൂപ്പർക്കൊപ്പിച്ച് ആയത്തിന് അർത്ഥം പറയുന്നത്, അല്ലെങ്കിൽ പുതിയ ഒരു ആയത്തിറങ്ങിയതുപോലെ അദ്ദേഹം വിഷയം അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ ഇൻഷാ അല്ലാഹ് നാളെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്തും പറയും, അത് കുറച്ച് നീട്ടിയും കേൾക്കാൻ നല്ല ഭംഗിയിലുമൊക്കെ ആകുമ്പോൾ തങ്ങൾ പാപ്പ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ചു പോകുന്ന കുറച്ചണികളുള്ളതൊരു വിജയം തന്നെയാണ്. വിജയിക്കുന്നില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ കൂടാരത്തിൽ അങ്കലാപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. അത് തങ്ങളുടെ ലൈവിലുള്ള ഓരോ വർത്താനങ്ങൾ കേട്ടാലും ബുദ്ധിയുള്ളവർക്ക് തിരിയും. എല്ലാ ലൈവിലും പറയും ഇനി ആർക്കും മറുപടി ഇല്ലട്ടോ, എന്നിട്ട് മൂപ്പരെ വിമർശിക്കുന്നവർക്ക് മറുപടി പറയും. എല്ലാ ഇതിലും പറയും എനിക്ക് സങ്കടമില്ലട്ടോ, എന്നിട്ട് പറയുന്നത് മുഴുവനും സങ്കടമാണ്. എല്ലാ മജ്ലിസിലും പറയും ഇതിങ്ങനെ അടിക്കടി വളർന്നുകൊണ്ടിരിക്കുക, എന്നിട്ടോ താഴെ ഇങ്ങനെ എഴുതി കാണിക്കും തങ്ങളെ വിളിക്കാനുള്ള ഫോൺ നമ്പർ. മൂപ്പര് പറയുന്നത് കേട്ട് നോക്ക്. 5 വർഷമായിട്ട് മകളെ ഭർത്താവ് നോക്കൂലായിരുന്നു, ചെലവിന് കൊടുക്കൂല, കേസ് കൊടുത്തു, എന്നിട്ടൊന്നൊരു മാറ്റമില്ല. ഇപ്പൊ ഇന്ന് മസ്ലഹത്ത് പറയാണ്. ഇന്ന് കൊടക്കാട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മാപ്പിളനെ കൂട്ടിക്കൊണ്ടുപോകും. ഇന്ന് ചർച്ചയാണ്, എന്ത് സംഭവിക്കും, ഉത്തരം പറയൂ. മുത്തുമണികളോട് ചോദിക്കാൻ എന്ത് സംഭവിക്കും, ഉത്തരം പറയൂ. എന്തോ ഒരു മസ്ലഹത്ത്, ഒരു കുടുംബ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് എവിടെയോ ഒരു മസ്ലഹത്ത് നടക്കുന്നുണ്ട്. മൂപ്പരുടെ അടുത്ത് വന്നിട്ട് അവരത് പറഞ്ഞപ്പോൾ ഒന്നും സംഭവിക്കൂല എന്ന് പറഞ്ഞ് മൂപ്പരൊരു വാക്ക് പറഞ്ഞു. എന്നിട്ട് ഇനി അണികളെ കൊണ്ട് പറയിപ്പിക്കാൻ എന്ത് സംഭവിക്കും, അത് പ്ലീസ് 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 പറയൂ എന്നൊക്കെ പറയുന്നത് കേൾക്കാം. 5 വർഷമായിട്ട് നോക്കാത്ത ഭർത്താവ് ആരെ നാളെ അതാണ്, നാളെ എന്ത് സംഭവിക്കും, പ്ലീസ് 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 പറയൂ, പറയൂ. ആളുകൾ കമന്റ് എഴുതണം, തങ്ങൾ പാപ്പ പറഞ്ഞാൽ അത് നടന്നിരിക്കും എന്ന് മുത്തുമണികൾ കമന്റ് എഴുതാൻ റെഡിയായിട്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് തങ്ങൾ ഇങ്ങനെ പുളകം കൊള്ളണം. അതിനു വേണ്ടിയാണ് ഈ പ്ലീസ് 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 ഒക്കെ പറയുന്നത്. ആയിക്കോട്ടെ, അങ്ങനെ കുറേ മുത്തുമണികൾ ഉള്ളത് കൊണ്ട് മൂപ്പർക്ക് എന്തും എങ്ങനെയും പറയാമല്ലോ. എന്തായാലും മൂപ്പർ ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയാണ് മൂപ്പരെ വിമർശിക്കുന്ന ആളുകൾക്ക് കുരു പൊട്ടുന്നുണ്ട് എന്നാണ്. നമ്മളെ ശത്രുക്കൾക്ക് കുരു പൊട്ടുണ്ടാവും. ഈ ചങ്ങാൻ ഇത്രയും പറഞ്ഞിട്ട് ഇയാൾക്കൊരു കുരുക്കമല്ലത്, ഇയാൾ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അവന്ന് ഇൻഷാ അല്ലാഹ് 4-5 പാട്ട് പാടും, കുറച്ച് ദിക്ർ ചൊല്ലും. പിന്നെ ഒരു വേറൊരു കാര്യം പറയാണ്ടിട്ടോ, പ്രത്യേകമായിട്ടൊരു കാര്യം പറയാണ്ട്. നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഭർത്താവ് കൂട്ടിക്കൊണ്ടു പോകുമോ, പണ്ടോ പൈസ കിട്ടുമോ? ഏതോ ഒരു മുത്തുമണി കമന്റ് എഴുതിയപ്പോഴേക്കും തങ്ങൾ പാപ്പ പറഞ്ഞതുപോലെ ഭർത്താവ് കൂട്ടിക്കൊണ്ടു പോകും, അല്ലെങ്കിൽ പണ്ടവും പണവും കിട്ടുമെന്ന്. ഇപ്പൊ എന്തായാലും മൂപ്പരോട് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് എന്താ പറയാൻ പോണത്? നടക്കട്ടെ. കൊടക്കാട് മണ്ണ് പൊന്ന കേട്ടോ, കൊടക്കാട് ടോക്കില്ല കേട്ടോ. ഇന്നലൊക്കെ പെരും വിളി, ഒരു ഒഴിവില്ല. എന്തൊക്കെ ഇന്നെ തകർക്കാൻ വേണ്ടി എന്തൊക്കെ ഇറക്കണ്. സിഹിർ ബാത്തിലാക്കാൻ 700, പിന്നെന്താ താൽക്കാലിക 3 മാണിക്കക്കല്ലുകൾ. അവിടെ വരുമ്പോ ഇത്രയൊക്കെ ആൾക്കാരൊക്കെ പൈസ വാങ്ങിയാലേ ഞാൻ ആരാ, എനിക്ക് മണ്ണാർക്കാട് വിലക്ക് വാങ്ങും. ഇങ്ങനെയുള്ള ചെപ്പടി വിദ്യകൾ കൊണ്ടാണ് അദ്ദേഹം അണികളെ പിടിച്ചു നിർത്തുന്നത്. ആ വോയിസ് അദ്ദേഹത്തിൻ്റെതല്ല എന്നാ പറയുന്നത്. അത് AI-യിലൂടെ ഉണ്ടാക്കിയെടുത്ത വോയിസ് ആണെന്നാണ് പറയുന്നത്. അത് വിശ്വസിക്കാൻ അണികൾ. എന്നിട്ട് എന്താ പറഞ്ഞത്? നമ്മളെ എന്തൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കാതാണ്.
ടോക്കൺ ഇല്ല എന്നാണ്, പെരും വിളിയാണ് ആളുകൾ വിളിക്കുന്നത് എന്നാണ്. സത്യത്തില് ആളുകളുടെ വിളികൾ കുറഞ്ഞു, വരുമാനം കുറഞ്ഞു. അതിലൂടെയുണ്ടാകുന്ന അങ്കലാപ്പും ആവലാതിയുമാണ് അദ്ദേഹം ഈ പറയുന്നത്. പിന്നെ നേർക്ക് നേരെ പറയാൻ പറ്റൂലല്ലോ ആളുകൾ കുറഞ്ഞു. ഒരു ബിസിനസ്സുമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കട എപ്പോഴും, അവൻ്റെ കച്ചവടത്തിന് എപ്പോഴും കസ്റ്റമർ ഉണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. എൻ്റെ കടയിലേക്ക് ആരും തിരിഞ്ഞു കയറുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ കച്ചവടം പൂട്ടിപ്പോകും. അപ്പോൾ ഞങ്ങൾക്ക് തിരക്കാണ്, ഞങ്ങൾക്ക് ഒരുപാട് കസ്റ്റമറുകൾ ഇപ്പോഴും ഉണ്ട് എന്നതൊരു ബിസിനസ്സുമാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വരുത്തി തീർക്കാൻ ശ്രമിക്കും. അതുപോലെയാണ് നിരന്തരം ഇപ്പം ആ ചങ്ങാൽ മുത്തുമണികൾ ഇറക്കിയ വീഡിയോയിൽ കണ്ടില്ലേ, നൂറെ ഹബീബ് വളരുകയാണ്. തലേക്കെട്ട് കെട്ടിയ മൊയ്ലിയന്മാർ വന്നാലും അവരും പറയുന്നത് നൂറെ ഹബീബ് വളരുകയാണ്. തങ്ങൾപ്പാപ്പ മജ്ലിസ് നടത്തിയാൽ നൂറെ ഹബീബ് വളരുകയാണ്. തങ്ങൾപ്പാപ്പക്ക് ഫോണോട് ഫോണാണെന്നാണ്, ഒരു ഒഴിവില്ല എന്നാണ്, ടോക്കണൊന്നും ഇല്ല എന്നാണ്. അങ്ങനെ ടോക്കൺ ഇല്ലാത്ത, ഒഴിവില്ലാത്ത ആളുകളാണെങ്കിൽ എന്തിനാണ് അതിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നത്? തങ്ങൾപ്പാപ്പാനെ വിളിക്കാനുള്ള നമ്പർ എഴുതി കാണിക്കുന്നുണ്ട്. തങ്ങൾപ്പാപ്പാനെ വിളിക്കണം, അതിനുവേണ്ടി നമ്പർ എഴുതി കാണിക്കാൻ. യതീം മക്കളെ സഹായിക്കാനുള്ള നമ്പർ അതിന് വേറെ, അതുപോലെ ഉംറയുടെ പരസ്യം വേറെ. ഇതൊക്കെ ഇതിനടിയിൽ നടത്തുന്നുണ്ട്. എന്നിട്ടും പറയുന്നത് ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഇത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത കുറച്ച് അനുയായികൾ കൂടെയുള്ളതാണ് മൂപ്പരുടെ വിജയം. അത് മൂപ്പർക്ക് കൃത്യമായി പറഞ്ഞു ഫലിപ്പിക്കാനുള്ള നാവ് അള്ളാഹു കൊടുത്തിട്ടുമുണ്ട്. അത് നന്നായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ ചില സമയങ്ങളിൽ അദ്ദേഹം സഹതാപം അഴിച്ചു വിടാൻ. ഇപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു സഹതാപ തരംഗമുണ്ടാക്കി അള്ളാഹുവിൻ്റെ പ്രവാചകനെ കുറിച്ച് പറഞ്ഞ ആയത്ത് അദ്ദേഹത്തിന് അനുകൂലമായി വ്യാഖ്യാനിച്ചതിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ എന്തു വിശദീകരിച്ചിട്ടും കാര്യമില്ല. മുത്തുമണികളുണ്ടോ തങ്ങൾ പാപ്പ വളരും, തങ്ങൾ പാപ്പക്കൊന്നും പേടിക്കാനില്ല.